ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അലിൻ ജോസ് പെരേരയെക്കാട്ടി വിവരക്കേട് കാണിച്ചിട്ട് ഏകദേശം 89 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾക്ക് അറിയുമോ? ഞാനൊക്കെ എന്തിനാ ചുമ്മാ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനോ അതിനും ഇതിനൊക്കെ പോകുന്നു. ചുമ്മാ തന്തയിലാഴി കാണിച്ചിട്ടാ പോരായിരുന്നോ? മിസ്റ്റർ ഡിഗ്രി, എടാ മോനെ, നിനക്ക് ആരാടാ ഡിഗ്രി തന്നെ? ഈ ചാനലിൽ ഡിഗ്രി എന്ന് പേരിട്ട് ഇമാതിരി വീഡിയോ ഒക്കെ ഇടാങ്കിൽ എന്റെ ചാനലിന് സോളോ പൈനർ MBBS എന്ന് പേരിടാൻ പോകും. എങ്ങനെ ടീച്ചർ സ്കൂളിലേക്ക് മേക്കപ്പ് ആയിട്ട് പോവാന്നുള്ളതിന്റെ ക്ലാസ്സാ. പറ്റത്തില്ല, ഇത് പിള്ളേർ കാണുന്ന പരിപാടിയാ. സ്കൂളിൽ 8 മാസം പറയാൻ പോവാന്നും പറഞ്ഞോണ്ട് പോകുന്നതിൽ നല്ല ഇച്ചിരി ലിപ്സ്റ്റിക്കും പിടിച്ചോണ്ട് പോകുന്നത്. അവന്റെ ഫുത്തി ഒന്ന് ആലോചിച്ചേക്കാൻ, എക്സാം ഹോളിൽ 6 കുത്താനാടാ നിനക്ക് ലിപ്സ്റ്റിക്ക്. കൊട്ട നിറച്ച് ലിപ്സ്റ്റിക്കുമായിട്ട് സ്കൂളിനകത്ത് എക്സാം ഹോളിൽ കയറിച്ചല്ലോ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. 8ാം ക്ലാസ്സിൽ സ്കൂളിൽ വരുന്ന കുട്ടി പ്രഗ്നന്റ് ആണോ? കുഴപ്പമില്ല, കയറിപ്പോക്കോ. ലിപ്സ്റ്റിക്ക് വെച്ച് കയറ്റാൻ സമ്മതിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, സ്കൂളിൽ ലിപ്സ്റ്റിക്ക് കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, പരീക്ഷയ്ക്ക് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം, ഒറ്റ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമുള്ളൂ. കൊട്ട നിറച്ച് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല. പ്രഗ്നന്റ് എന്ന് പറയുന്നതാണോ ലിപ്സ്റ്റിക്ക് കയ്യിലിരിക്കുന്നെന്ന് പറയുന്നതാണോ ഏറ്റവും വലിയ കേസ്? ഈ വീഡിയോക്കകത്ത് എല്ലാം തെറ്റാ. നീ കേക്കിനകത്ത് എന്തോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? നീ ആ കേക്കിനകത്ത് സൗണ്ട് കേട്ടപ്പോ ആളെ തിരിച്ചു നോക്കുന്നവന്മാര്. കേക്കിനകത്ത് ഇനി എന്തോ ഉള്ളത്? ലിപ്സ്റ്റിക്കാ? ഈ പെണ്ണിന്റെ ലിപ്സ്റ്റിക്ക് മതിയോ തിന്നാൻ? അവളവിടെ ജീവൻ കളഞ്ഞിട്ടായാലും പെറാൻ പോവാന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് കൊണ്ടേ പോത്തുള്ളു. ഇനി അടുത്ത വിവരക്കേടുമായിട്ട് പോവാ. കൊള്ളാം, വെരി ഗുഡ്. അപ്പൊ എന്തോ ഗുണം ഉണ്ടായതെന്തോ? ഇതും കൊണ്ട് എന്തോ അവിടെ വരച്ചു വെച്ചേക്കുന്നതാണ്. അയ്യോ, അത് വരച്ചു വെച്ചേക്കുന്നത് ഏത് പൊട്ടല് കണ്ടാലും മനസ്സിലാവും. അയ്യോ, കഷ്ടം തന്നെ. പ്രാങ്ക് കാണിച്ചതാ. അതിൻ്റെ അകത്ത് കൈ ഇടാൻ നേരം അതിൻ്റെ അകത്തൊന്ന് സോസ് കിട്ടുന്നു. അതായിരുന്നു. വാവ്, പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ ഇത് പിള്ളേർ കണ്ടാൽ സ്നഗി ഒരു മോത്തടിക്കും. രാവിലെ എഴുന്നേറ്റു എന്നുള്ള അല്ലാതെ വേറെ ഒരൊറ്റ എഫേർട്ട് ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല. ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല. യോ, എന്തോ വഴി? ഓ, ബോയ് ഫ്രണ്ടിനെ പ്രാങ്ക് ചെയ്യാൻ പോവാ. അപ്പൊ ഇനി എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്? വെരി ഗുഡ്. നിങ്ങളുടെ പ്രാങ്ക് കേട്ടിട്ട് കേരളം മൊത്തം നാളെ അവധി കൊടുക്കാൻ പോവാ. സത്യം പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ആ സമയം അവർ ഓരോന്നൊക്കെ ചെയ്യും. ഈ മിസ്റ്റർ ഡിഗ്രിക്കും അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. പക്ഷെ പുള്ളി അവിടെ തന്നെ നിൽക്കണമായിരുന്നു, മുന്നോട്ട് വരരുതായിരുന്നു. Prank on my boyfriend. What? A prank from me? Oh, baby. Challenge accepted. നീ എന്ത് മറിമായമാണ് അവൻ പ്രവർത്തിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് മിസ്റ്റർ ഡിഗ്രിയാണ്. Oh no. Oh my god. ഈ ചാനൽ അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയതാണോ അതോ ഫോൺ വല്ലതും കൈ തട്ടി കക്കൂസി പോയപ്പോൾ ഈ ചാനൽ ഉണ്ടായി വന്നതാണ്? ഒരു ടൈറ്റിലുണ്ടോ, പ്രാങ്ക് വേഴ്സസ് പ്രാങ്ക്. എനിക്കറിയത്തില്ല ഈ ഷോർട്സിനകത്ത് ഈ ടൈറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഒരു ടൈറ്റിൽ ടോം ആൻഡ് ജെറി, അടുത്ത ടൈറ്റിൽ ജെറി ആൻഡ് ടോം, അടുത്ത ടൈറ്റിൽ ജെറി ടോം. അതുകൊണ്ട് എന്താ അടിച്ചില്ലയോ 1 മില്യൺ വ്യൂസ്? നീ കൊക്കക്കോളക്കകത്ത് പണിഞ്ഞോണ്ടിരിക്കുക. അടുത്തത് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാ. അവന്റെ നഖ വിളകിയതായിട്ട് നീ അവിടെ ചെന്ന് കാണിക്കും. എന്നിട്ട് രണ്ടുപേരൂടെ പിന്നെ നാക്ക് നീട്ടും. കഷ്ടം. You pranked me. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ 1 മില്യൺ വ്യൂസോളം കിട്ടുമല്ലേ? കൂട്ടത്തിൽ 40 മില്യൺ സബ്സ്ക്രൈബേഴ്സും, ഒരു കൊക്കക്കോള ബോട്ടിൽ, ഒരു പെൻസില്, 2 വിവരം കെട്ട തല. എനിക്ക് ഓൾറെഡി വിവരമില്ല, അപ്പൊ ഒരാളെ കൂടെ വിളിച്ചാൽ മതി. പ്രാങ്ക് ഓൺ മൈ ബോയ് ഫ്രണ്ട്. പ്രാങ്ക് വേഴ്സസ് പ്രാങ്ക്. Boyfriend versus a sealed pickle jar. അടച്ചു വെക്കുമായിരിക്കും. ഒന്നാമത്തെ കാര്യം, ആരുടെ ഉപ്പിലിട്ട അച്ചാറുമായിട്ട് ക്ലാസ് റൂമിൽ വരുന്നത്? പിന്നെ കമന്റ് ഒക്കെ കണ്ടില്ലേ? ഇവനൊക്കെ ഇത് കണ്ടിട്ട് എവിടുന്ന ചിരി വരുന്നത്? ഒരുത്തൻ അച്ചാറ് പാത്രം തുറക്കാൻ പറ്റിയില്ല. ഇനി അവരെന്ത് ചെയ്യുമായിരിക്കും? നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നല്ല, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? എന്റെ തലയിൽ ഒരു ഇച്ചിരി ബുദ്ധി ബാക്കി ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പറ്റുന്നില്ല അവനെ കൊണ്ട്. അവളെ താഴേന്ന് വേറെ കുപ്പി എടുത്ത് തുറന്നു കാണിച്ചു. അയ്യോ, അവന്റെ ചങ്ക് പൊട്ടി. വന്ന് ഈ കാലത്തെ പ്രാങ്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് വല്ലാണ്ടായി പോകുക. ഇതുവോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അടുത്ത് അപരാധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്പോഞ്ചിനകത്ത് ചോക്ലേറ്റ് ഒഴിക്കുന്നു. നീ അത് വല്ലവരുടെ അണ്ണാക്കി കൊണ്ടുവന്ന് കൊടുക്കുമായിരിക്കും. ഓ, ചെറുക്കൻ പറയുന്നേ കണ്ടു. നീ സ്പോഞ്ചുള്ള ചോക്ലേറ്റ് അവന് കൊടുക്കും. അതെങ്ങനെയാ സ്പോഞ്ചൊക്കെ അടിച്ചപ്പോ പല്ല് പോയത്? ഇമാതിരി വീഡിയോ ഒക്കെ ഉണ്ടാക്കിയാൽ മതിയോ? ശരിക്കും അറ്റവും മൂലയൊന്നും വേണ്ടല്ലയോ? ഉടലും കാലും ഇല്ലാതെ ജെട്ടി വലിച്ചു കയറ്റിയിടണം. അതാ ഇപ്പോഴത്തെ യൂട്യൂബ് ഷോർട്സ്. അറ്റവും ഇല്ല, മൂലയുമില്ല. അടുത്ത അച്ചാർ കുപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. അതും ക്ലാസ് റൂമിലിരുന്ന്. ഇവരെല്ലാം സ്കൂളിൽ പോകുന്ന ഉപ്പിലിട്ട അച്ചാറുമായിട്ടാന്ന് തോന്നുന്നു. അത് അവൾക്ക് തുറക്കാൻ വയ്യ. അവള് അടച്ചു വെച്ചേക്കുക. സ്ഥിരം പണി. അവന് തുറക്കാൻ കൊടുക്കും. പറ്റത്തില്ല, സ്വാഭാവികം. ഇനിയിപ്പോ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം.
എന്താല്ലേ അഭിനയം. ഇത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ 5 മിനിറ്റ് ക്രാഫ്റ്റ് ഓർമ്മ വരുന്നു. പക്ഷെ 5 മിനിറ്റ് ക്രാഫ്റ്റ് നല്ലതായിരുന്നു. എന്റെ ബലമായ സംശയം ഇത് അവരുടെ തന്നെയാണെന്ന് തോന്നി. ഈ ഒരു ഇത് കണ്ടിട്ട് എന്നാലും നോ, 5 മിനിറ്റ് ക്രാഫ്റ്റ് ഇങ്ങനെയല്ല. അടുത്തതായി നമ്മൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഇവർ അവരാധിക്കുന്ന ജീനിയസ് ഫുഡ് ഹാക്ക്. 5 മിനിറ്റ് മുന്നേ വരെ ഇത് കൊച്ചു പിള്ളേരുടെ ചാനലാണല്ലോ. ചാനലങ്ങ് മാറി. ഇതിന് ഒരു മിനിറ്റ് തുണി മേടിച്ചിട്ട് ഈ സാധനം പറിച്ചു കളയാൻ മറന്നുപോയോ? അതോ ഇനി അത്രയ്ക്ക് ദാരിദ്ര്യമാണോ? മന്ത്ലി ഏകദേശം $143K കിട്ടുന്ന ചാനൽ, ഏകദേശം 89 ലക്ഷം. മൊത്തത്തിൽ രണ്ടിനെയും കൂടെ തലച്ചോറ് തൂക്കിയിട്ട് 50 പൈസ കിട്ടും. അതെന്തോ അത് റബ്ബർ കയറി ഇരുന്നു. നീ എന്തോ ചെയ്യാൻ പോവാ? ലോകം കാണാത്ത വലിയ വിവരക്കേടുമായിട്ട് വരുന്നതായിരിക്കും. പ്രൈസ് ടാഗ് ഒട്ടിച്ച ചേച്ചിയും M&M വെച്ചിട്ട് ഏതാണ്ട് പണി ചെയ്യാൻ പോവുകയാണ്. ഒട്ടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി കഴിഞ്ഞ് ഇവരുടെ ചാനൽ എടുത്ത് വെച്ച് കാണുക. നിങ്ങൾക്ക് അല്പം ആശ്വാസം കിട്ടും. ഇത്രയും വിവരക്കേട് പിടിച്ചവന്മാർ ജീവിച്ചിരിപ്പുള്ള ലോകത്താണ് നിങ്ങളും ഉള്ളത്. ഇറങ്ങി കിടക്കുന്ന പോലീസിന്റെ ഡെസ്കിന്റെ മണ്ടയ്ക്ക് കയറിയുന്നുണ്ട്. ഹീൽസ് വിട്ടുകൊണ്ട് കള്ളൻ ജയിലിൽ ചാടാൻ നോക്കുന്നു. രാവിലെ എണ്ണീറ്റ് വരുമ്പോ എമ്മാതിരി വിവരക്കേടാ തലേ വരുന്നതെന്ന് ആലോചിച്ച് പോയിക്കോണം. എന്തോത്തിനാടാ ഇമാതിരിയൊക്കെ 404 മില്യൺ വ്യൂസാ. ഉണ്ടാക്കിക്കോ. ഞാൻ ഒന്നും പറയുന്നില്ല. എന്നെ കാട്ടി വലിയ ആൾക്കാർ വീഡിയോ എടുക്കാൻ മാത്രമല്ല കഷ്ടപ്പെടാത്ത, ടൈറ്റിൽ ഇടാനും കഷ്ടപ്പെട്ടിട്ടില്ല. ജീനിയസ് ഫുഡ് ഹാക്ക്. 200 വീഡിയോ ഒരേ ടൈറ്റില്. ആലോചിച്ച് നോക്കണം. കള്ളം മണ്ടകിയ പോലീസ് താഴെ, കള്ളനിരുന്ന് ഐസ്ക്രീം തിന്നുന്നു പോലീസ്. 272 മില്യൺ വ്യൂസ്. ഉറക്കടി വായിനി. കേക്കിന്റെ മണ്ടയ്ക്ക് വീണു. അപ്പൊ ഇനി എന്ത് കൊടുക്കണം? കേക്ക് കത്തിക്കണം, അത്രയല്ലേ ഉള്ളൂ. പാട്ടൊക്കെ അങ്ങ് അറ്റത്തെ പാട്ടായിട്ടേക്കുന്നത്. ഇത് കൊള്ളാമല്ലോ ഈ ജയില്. ദിവസവും കേക്ക് മുറിക്കുന്ന ജയില്. ഇങ്ങനെ നാളെ തൊട്ട് എന്റെ ഷോർട്സ് നിങ്ങളാണ്. ദിവസവും കഞ്ചാവ് കൊടുക്കുന്ന ഡി അഡിക്ഷൻ സെന്റർ, ദിവസവും മസാല ശവായി കിട്ടുന്ന അമ്പലം, പായസം വിളമ്പുന്ന ബാറ്. വലിയ എന്തോ വിവരക്കേട് ആലോചിച്ചിട്ടുണ്ട്, ചെയ്യാൻ പോവുക. ഇനിയിപ്പോ കേക്കിനകത്ത് എന്തോ കൊടുക്കും? പോലീസ് അറിയത്തില്ലേ? കണ്ടുപിടിച്ച് പോലീസ് കണ്ടുപിടിച്ച് സീനാവും. ഉണ്ടാക്കിയപ്പോ നിന്റെയൊക്കെ ബുദ്ധി ചോന്നു പോയെന്ന് പറഞ്ഞ് കാണുന്നവന്മാരെ ചോന്നതല്ല, ഒരു ഇച്ചിരി ചോന്ന. എന്നാലും ഉത്തരം ചോന്നിട്ടില്ല. ബാബു ആ നാക്ക് കണ്ടാലേ അറിയാം താങ്കള് തലച്ചോറ് പോലെ തന്നെ ഇതും ഫേക്ക് ആണെന്ന്. ജയിലിൽ കിടക്കുന്നതിന്റെ സാമാനം എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കുന്നത്? പോകുക ജയിലിൽ ചാടുക. ഈ ജയിലിലെ പ്രതികൾക്ക് ജയിലിൽ നിന്ന് പോകുമൊന്നും വേണ്ട. ജയിലിൽ നിന്ന് ഇറങ്ങുക, 2 മുട്ടായി എടുക്കുക, കയറി ഉറിഞ്ചിക്കൊണ്ട് അതിൻ്റെ അകത്തിരിക്കും. കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് വേറെ ഏതാണ്ട് പ്ലാൻ ഉണ്ട് അത് കൊണ്ടുപോകാനായിട്ട്. അതിനി എന്താന്ന് വെച്ചാൽ നമുക്ക് കാണാം. പഞ്ചസാര അല്ലേ അത്? എന്തോ ചെയ്യാൻ പോവാ? ഉരുക്കിയിട്ട് വിവരക്കേടെ തീട്ടവേ, പട്ടി തീട്ടവേ. ഭയങ്കര ആൾക്കാരാ കേട്ടോ ഇവര്. ഇനി ചോക്ലേറ്റ് തിന്നാൻ പോവാ പോലീസുകാരെ ബാക്കി തിന്ന് വെച്ചേക്കുന്നത്. നമുക്ക് കയ്യെ പറ്റിക്ക് അത് തിന്നണം. ഇനി എന്ത് ചെയ്യും? ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നക്കിയിട്ട് പോകും. ഇനി ഇതെന്ത് ചെയ്യും? നമുക്ക് നോക്കാം. കൊക്കക്കോള. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? 2 കൊണ്ട് അലിഞ്ഞിരിക്കുന്ന സാധനം എങ്ങനെ ഗിറുഗിറോന്നാക്കുന്നത്? വേറെ ഏതാണോ? അത്രേ ഉള്ളൂ. നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. സൈഡിൽ ഇരിക്കുന്ന സാധനം എടുത്ത് കൊണ്ടുപോയി. 255 മില്യൺ വ്യൂസുമായി. കൊള്ളാല്ലേ ആ ഒരു കൺസെപ്റ്റ്? നമ്മൾ വിചാരിക്കും എന്തോ മലമറിച്ച് ചെയ്യുമെന്ന്. ഇല്ല, അപ്പുറത്തേക്ക് സാധനം എടുത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കണ്ടിട്ട് എന്റെ തലച്ചോറ് എനിക്ക് പോകുന്നു. 250 മില്യൺ വ്യൂസ് കേട്ടേണ്ട വിധം. 2 കോലുമുട്ടായി, 2 ടിക്ടാക്ക്, 2 വിവരം ഇല്ലാത്ത പിള്ളേര്. അവനെ ചതിച്ചു. ഇതെല്ലാം എന്തോ കിടക്കുന്നത്? ഈ പെണ്ണുമ്പുള്ളക്ക് ജയിലിൽ ചാടണ്ട, എന്തേലും ഒക്കെ ഉഞ്ചിക്കൊണ്ടിരുന്നാ മതി. അതിൻ്റെ അത് നേരത്തെ കൊണ്ടുപോയപ്പോ അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഇനി എന്ത്? എടീ, നടന്നു പോകുന്ന ചിമ്മിനിക്കകത്തൂടെ നിന്റെ അച്ഛൻ കൊണ്ട് വെച്ചേക്കുന്നോടി പഞ്ചസാരയുടെ മറ്റത്. ഈ കണ്ട 250 മില്യൺ ആൾക്കാർക്കും ചോദിക്കാൻ തോന്നിയില്ല അവിടെ പപ്പായാണോ അത് അവിടെ വെച്ചേക്കുന്നതെന്ന്. കഥയിൽ ചോദ്യമില്ലെന്നുള്ളൊരു കാര്യം സത്യം. എന്നാൽ പിന്നെ ഇവക്ക് ഇതിന്റെ അകത്തോടെ ചാടി അവിടെ ചെല്ലാങ്കി അവക്ക് ഇറങ്ങിപ്പോയി മുട്ടായി അങ്ങ് തിന്നുകൂടെ? എന്തിനാ അതിനകത്തിരുന്ന് പഞ്ചസാര ഉറിഞ്ചുന്നത്? ഇത് കാണുമ്പോൾ കുറ്റം പറയാതിരിക്കാൻ പറ്റുന്നുമില്ല. കുറ്റം പറയുമ്പോൾ ഞാൻ തന്നെ പൊട്ടനാവുന്ന പോലെ ഒരു ഫീലിംഗ്. മുണുങ്ങും പഞ്ചസാര മുണുങ്ങും. പഞ്ചസാര ചൂടാക്കുന്ന അതിനകത്ത് എന്നിട്ട് അത് തിന്നുമായിരിക്കും. സെയിം വീഡിയോ, സെയിം കൺസെപ്റ്റ്, സെയിം ആൾക്കാർ, സെയിം വിവരക്കേട്, സെയിം തന്നില്ലായിരിക്കും. എന്നിട്ട് താണ്ട കെട്ടിയേക്കുന്ന 250 മില്യൺ വ്യൂസ്. ഇതേ തന്നെ വീഡിയോ ഞാൻ നേരത്തെ കണ്ടു. അപ്പൊ ഇനി ഞാൻ പൊട്ടനാണോ? ഞാൻ കണ്ടിട്ടില്ലേ? ഹെയർ പ്രാങ്ക് അതെന്തുവാ? എന്തോ പരിപാടിയാടാക്കാം ചെയ്യുമ്പോ ഒരല്പം ഒറിജിനാലിറ്റി എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. എന്നല്ല നമ്മൾ റീചാർജ് ചെയ്തിട്ടല്ലോടാ കാണുന്നേ.
അതിനകത്ത് ട്വിസ്റ്റ് പോലും ഇല്ലേ? മോനെ നിന്റെ പേര് പ്രാങ്ക് എന്നല്ല, നീ എന്തൊരു പാഴ് ജന്മം വന്ന് നീ പിള്ളേരെ കാണിച്ചോണ്ടിരിക്കുക. ശരി അവരാധിക്ക് ഒറിജിനൽ മുടി വെച്ച് ചെയ്യണ്ട, എന്നാൽ ഇച്ചിരി ഒറിജിനാലിറ്റി ചെയ്ത് എന്തോ ഇത് കുതിരയുടെ പാലോ. കുഞ്ഞു മോനെ നീ കേരളത്തിലുള്ള ആയിരിക്കണമായിരുന്നു. നീ ഇത് 3 വയസ്സുള്ള പിള്ളേരെ കാണിച്ചാലും അവന്മാര് തെറി വിളിക്കും. ലിപ്സ്റ്റിക് പ്രാങ്കോ? ചെരുപ്പിനടി ലിപ്സ്റ്റിക് വെച്ച് ഇത് ഏതാണ്ട് കൊള്ളാമെന്ന് തോന്നല്ലോ. ഇതിന് എന്തോ ഒടിഞ്ഞു പോയി. ഇത് മക്കളെ പ്രാങ്ക് അല്ല, ഇത് കാശിന്റെ കിഴപ്പ്. ഇതെന്തോ എന്താണ് നിങ്ങൾക്ക് പ്രാന്ത് വല്ലതും ഉണ്ടോ? നീ പിരിവെട്ടിയ പോലെ വന്നത് ആ ഗാർഡ് കണ്ടില്ലേ? നിങ്ങളുടെ ചാനലായിരുന്നല്ലേ? തലച്ചോറ് ഊരി വെച്ചിട്ട് അതിനകത്ത് എല്ലാരും കയറി വരാറ്. ആഹാ സ്ക്വിഡ് ഗെയിമോ? നീ എന്തോ ചെയ്യാൻ പോകുന്നത്? ഓഹ് വാവ്, എന്നിട്ടും പൊട്ടിച്ചു കളഞ്ഞത് കഷ്ടം തന്നെ. ഞാൻ കടലിൽ കൂടെ ബോട്ട് ഓടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ആംഗിളിൽ പൊട്ടിത്തെറിച്ച് ഞാൻ തൂങ്ങി മരിച്ചത്. അങ്ങനെ ഇവരുടെ ഷോർട്സ് എന്തൊന്നും ഒരു ബന്ധമില്ല. ആദ്യം കൊണാന്ന് പറഞ്ഞാൽ പിന്നെ കിണയെന്നാ പറയുന്നത്. 400 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എന്റെ ഇണ്ണാക്കുണ്ണാന്നിരിക്കുന്ന വീഡിയോ ഒക്കെ കാണും. അപ്പോഴത്തേക്കിന് ഈ വീഡിയോ കണ്ടോ. ടാറ്റ.